പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തിരുഹൃദയ സ്നേഹത്തിൽ പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായ മക്കളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. വേദനിക്കുന്ന മക്കളുടെ വേദനകളെ അങ്ങ് ഏറ്റെടുക്കണമേ. പൈശാചിക പീഡകൾക്ക് അടിമപ്പെട്ടു പോയ അടിമത്വത്തില്, ബന്ധനത്തില്, കെട്ടുകളിൽ കെട്ടി, ബന്ധനങ്ങളിൽ ബന്ധിച്ച്, തടസ്സങ്ങളിൽ തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ഈശോയെ അവിടുന്ന് നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഇവരുടെ മക്കള് അനുഗ്രഹിക്കപ്പെടട്ടെ. പഠനത്തില്, ജോലിയില്, അവരുടെ ഭാവി ജീവിതത്തില്, ജീവിതാന്തസ്സില് എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ജോലി തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പരീക്ഷാ തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. പരാജയത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. അങ്ങയുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ തിരുഹൃദയ സ്നേഹത്തിൽ നിന്ന് എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തിരുഹൃദയ സ്നേഹത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ തിരുഹൃദയം നമുക്ക് നൽകുന്നത് ഈശോയുടെ ജീവനാണ്. ഞാൻ പറയാണ്, നമ്മൾ കർത്താവിന്റെ ജീവനിൽ നിറയപ്പെട്ട് ആ ജീവനാൽ നയിക്കപ്പെടാനും അനുഗ്രഹിക്കപ്പെടാനും അതങ്ങട് പഠനത്തില്, ജോലിയില്, സ്വഭാവത്തില്, എല്ലാ മേഖലകളിലും, എല്ലാ ജീവിതത്തിലും അത് നിറയപ്പെടാനും ഭാഗ്യം ചെയ്തവർ. എന്നാൽ ഇന്ന് അതിനൊക്കെ വിട്ടിട്ട് ജഡമായി പോയ അവസ്ഥയില് അനേക മക്കള് അതിന്റെ പിന്നാലെ പോയി നശിക്കുന്നു. നമുക്കറിയാം, മനുഷ്യന്റെ നാശത്തിന്റെ കാരണം ദൈവികമായ ജീവൻ നഷ്ടപ്പെട്ട് അവൻ ജഡമായിട്ട് മാറിയതാണ്. ആ ജഡത്തിന്റെ സ്വാധീന ശക്തി നമ്മുടെ മേലൊക്കെ ഉണ്ട്. അതിനെ മാമോദിസായിലൂടെ, പിന്നീട് കൂദാശകളിലൂടെ, കൃപയുടെ സമൃദ്ധിയില്, ജീവന്റെ സമൃദ്ധിയില് നിറച്ചെടുത്ത് ആ ജീവിതം ദൈവിക ജീവനില് മുന്നോട്ട് നയിക്കാൻ ദൈവം നമുക്കെല്ലാം നൽകി. വിശുദ്ധ കുർബാന, തന്റെ തിരുഹൃദയം, അതിന്റെ സ്നേഹം, അതിന്റെ സമാധാനം, അതിന്റെ ആശ്വാസം, സംരക്ഷണം എല്ലാം നൽകി. അത് നമ്മളും നമ്മുടെ മക്കളും അനുഭവിച്ച് ജീവിക്കണം. എന്നാൽ ഇന്ന് ഇതെല്ലാം വിട്ടിട്ട് ഒരു ജഡത്തിന്റെ മേഖലയിൽ അടിമപ്പെട്ടു പോയ അനേകം മക്കൾ. ജഡത്തിന്റെ മേഖല എന്ന് പറയുമ്പോ ജഡമായി പോയ മനുഷ്യന്റെ 3 സ്വഭാവങ്ങൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട്. എന്താണ്? ഇര തേടുക, കുറെ തിന്നുക, കുറെ പഠിക്കുക, കുറെ സമ്പാദിക്കുക, കുറെ സുഖിക്കുക, കുറെ ഭക്ഷണത്തിന്റെ മേഖലയില്, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റിന്റെ മേഖലയില് അതുമായിട്ട് ബന്ധപ്പെട്ട് വിശപ്പ് ശമിപ്പിക്കുന്ന ഇര തേടുന്ന സ്വഭാവം. അത് ജഡത്തിന്റെ വ്യാപാരത്തിൽപ്പെട്ട ഒന്നാമത്തെ സ്വഭാവം. 2, ഇണചേരുക. സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം, മ്ലേച്ഛമായ സിനിമകൾ കാണുക, മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുക, മ്ലേച്ഛമായ വസ്ത്രങ്ങൾ ധരിക്കുക, മ്ലേച്ഛമായ പ്രദർശനങ്ങൾ നടത്തുക, മ്ലേച്ഛമായ ഒത്തിരി കാര്യങ്ങൾ, ജഡിക പാപത്തിന്റെ ആസക്തിയാൽ കലുഷിതമായ അവസ്ഥയിൽ വഴിപെട്ടുപോയ മക്കൾ. ഇനി 3ാമത്തെ മേഖലയാണ് ഉറക്കത്തിന്റെ അലസത, മടി. പഠിക്കത്തില്ല, ജോലി ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, കിടന്നുറങ്ങും. അലസതയുടെയും ഉറക്കത്തിന്റെയും വലിയൊരു ജഡികാസക്തി അനേക മക്കളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കും. നമുക്കിന്ന് കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് ഈ ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് പൗലോസ്ലീഹ റോമാക്കാരുടെ ലേഖനത്തില് 8ാം അധ്യായത്തിലൊക്കെ ജഡത്തിന്റെ വ്യാപാരങ്ങളെ കുറിച്ച് പറയുമ്പോ 7ാം അധ്യായത്തില് നിയമത്തിന്റെ സ്വാധീനം, ജഡികനാണ് ഞാൻ, പാപത്തിന് അടിമയെ വിൽക്കപ്പെട്ട ജഡികൻ, നന്മ ഇച്ഛിക്കുന്നു, തിന്മ പ്രവർത്തിക്കുന്നു. ഈ ജഡത്തിന്റെ വ്യാപാരത്തെ ആത്മാവിനാൽ നിഗരിച്ച് ജഡത്തിന്റെ പിന്നാലെ പോകുന്നവൻ നാശത്തിലൊടുങ്ങും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവിക ജീവനിലും ദൈവകൃപയിലും നമ്മുടെ മക്കൾ ഈ സ്നേഹാഗ്നി ജ്വാലയാൽ എരിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ആ ഒരു കൃപ കിട്ടിയാൽ നമ്മുടെ മക്കൾ ഈ ജഡത്തിന്റെ വ്യാപാരങ്ങൾ വിടും. ജഡത്തിന്റെ വ്യാപാരങ്ങൾ വിട്ടാൽ പിന്നെ ആത്മീയമായ വലിയൊരു അഭിഷേകം നിറയും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ജഡത്തിന്റെ സ്വാധീനം ഇന്ന് വളരെയേറെ ശക്തമായി. ഇന്ന് എല്ലായിടത്തും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പാട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട വസ്ത്രധാരണം, അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകള്, അതുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടുകെട്ട് എല്ലാം തന്നെ ജഡത്തിന്റെ ഒരു അരൂപി നയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നയിക്കേണ്ടത്
പരിശുദ്ധാത്മാവാണ്, വിശുദ്ധിയുടെ ആ ചൈതന്യത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് ഈശോ തിരുഹൃദയത്തിലേക്ക് ആ പരിശുദ്ധിയുടെ നിറവിനു വേണ്ടി നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയം പരിശുദ്ധമായ ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ സ്നേഹം, ആ ഹൃദയത്തിന്റെ സമാധാനം, ആ ഹൃദയത്തിന്റെ സാന്നിധ്യം, ആ ഹൃദയത്തിന്റെ ശക്തി, ആ ഹൃദയത്തിന്റെ സംരക്ഷണം, ഇതൊക്കെ മക്കളിൽ നിറയപ്പെടട്ടെ. അങ്ങനെ നമ്മുടെ മക്കൾ ചെടികനായിട്ട് മാറി ജീവിക്കാതെ ആത്മാവിൽ നിറഞ്ഞ് ഈ ശാന്തതയിലും സ്നേഹത്തിലും വിശുദ്ധിയിലും നിറഞ്ഞ് കൃപയുള്ള മക്കളായി മാറട്ടെ. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുഹൃദയനാഥന്റെ മുമ്പില് ദിവ്യകാരുണ്യ സന്നിധിയില് നമ്മുടെ മക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ജഡത്തിന്റെ പിന്നാലെ പോയ മക്കള് എന്റെ മക്കൾ നശിച്ചിട്ടുള്ളൂ. ഈ ജഡത്തിന്റെ പിന്നാലെ സുഖിച്ചും തിന്നും കുടിച്ചും ആസ്വദിച്ചും ഒക്കെ പോയ മക്കള് ഒരൊറ്റെണ്ണം പോലും രക്ഷപ്പെട്ടിട്ടില്ല. പഠനത്തിലോ ജീവിതത്തിലോ മാനസികമായോ ആത്മീയമായോ കുടുംബജീവിതത്തിലോ പൗരോഹിത്യത്തിലോ സന്യാസ ജീവിതത്തിലോ ഒരൊറ്റെണ്ണം പോലും രക്ഷപ്പെട്ടിട്ടില്ല. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന സത്യം ഇതാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ നമ്മുടെ മക്കൾ തിരുഹൃദയ സ്നേഹത്തിൽ ജഡത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറി പരിശുദ്ധിയിൽ, ജീവന്റെ സമൃദ്ധിയിൽ, ദൈവകൃപയിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ട് ജീവിക്കാൻ ഇടയാകട്ടെ. ഈ വലിയ നിയോഗത്തിന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ കാര്യം പ്രത്യേകം പറയണം മക്കളെ, ഈ ഒരു പ്രാർത്ഥനകളൊക്കെ നമ്മൾ വലിയ ഗൗരവത്തോടു കൂടി എടുക്കണം. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, മക്കള് അത് കിട്ടണം, ഇത് കിട്ടണം, ഇതൊക്കെ കിട്ടിക്കോളും. ഇതിലേക്ക് വന്നാൽ നമ്മുടെ കർത്താവിന്റെ കൃപയിൽ, നമ്മുടെ കർത്താവിന്റെ ജീവൻ, ഇതൊക്കെ നമുക്ക് മക്കൾ കിട്ടും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത്, അതിന് വലിയ ഊന്നൽ കൊടുത്ത് അതുപോലെ പ്രാർത്ഥിക്കണം. ഇത് കിട്ടിയ പ്രകാശം വന്ന പിന്നെ അന്ധകാരമൊക്കെ താനെ മാറിപ്പോയിക്കൊള്ളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ വെച്ചാൽ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ജഡത്തിന്റെ വ്യാപാരങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അങ്ങ് ശരീരത്തില് പീഡനമേറ്റ് മുറിവേറ്റ് മരിച്ച് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ജീവന്റെ സമൃദ്ധിയിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങളെ ആനയിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യമായി തിരുഹൃദയ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്വന്തമാക്കി അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയില് ഈ ജഡത്തിന്റെ മേൽ അങ്ങയുടെ കൃപയാൽ നിറയപ്പെട്ട്, ജീവനാൽ നിറയപ്പെട്ട്, ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവമക്കളുടെ വലിയ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ട് ജീവിക്കാൻ ഭാഗ്യപ്പെട്ടവരാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. എന്നിട്ട് കർത്താവെ, ആ ഭാഗ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ജഡത്തിന്റെ പിന്നാലെ ഞങ്ങൾ പലരും, ഞങ്ങളുടെ മക്കളും ഓടിപ്പായും. ജഡിക സുഖത്തിനു വേണ്ടി മദ്യപിക്കാനും ജഡിക പാപം ചെയ്യാനും, ജഡികമായ കാര്യങ്ങൾ കർത്താവെ സിനിമയില്, മീഡിയയില്, ഒത്തിരിയേറെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, സിനിമകള്, കർത്താവെ കൂട്ടുകെട്ടുകള്, ബന്ധങ്ങള്, സ്വന്തം ശരീരത്തെ പോലും മലിനമാക്കുന്ന, ദൈവാലയമാകുന്ന അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയപ്പെട്ട ശരീരത്തെ മലിനമാക്കുന്ന ജഡിക പാപങ്ങള്, സ്വയംഭോഗത്തിന്റെ, വ്യഭിചാരത്തിന്റെ, മ്ലേച്ഛതയുടെ, മ്ലേച്ഛമായ വസ്ത്രധാരണം, ജഡത്തിന്റെ പ്രദർശനങ്ങള്, ഈശോയെ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധിയില് ഞങ്ങളുടെ മക്കളെ അങ്ങ് ചേർത്ത് പിടിക്കണമേ. അങ്ങേ തിരുഹൃദയത്തിന്റെ പരിശുദ്ധിയിലേക്ക്, ആ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ആത്മീയ മക്കളായിട്ട് മാറട്ടെ. കർത്താവേ, ദൈവകൃപ നിറഞ്ഞവർക്കാണല്ലോ സമാധാനം. ഞങ്ങളുടെ മക്കൾ ആ കൃപയിൽ, ആ ജീവനിൽ, ആ ആത്മീയതയിൽ നിറയപ്പെടട്ടെ കർത്താവേ. അതിനായി തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിന്റെ ജീവനും, തിരുഹൃദയത്തിന്റെ ആ പരിശുദ്ധിയും, തിരുഹൃദയത്തിന്റെ വലിയ സ്വാതന്ത്ര്യവും സൗഹൃദവും സംതൃപ്തിയും ഞങ്ങളുടെ മക്കൾക്ക് നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള നമ്മുടെ മക്കളുടെ അവസ്ഥകൾ നമുക്കറിയാലോ. ജഡത്തിൻ്റെതായ ആസക്തികൾക്കും അധികാരങ്ങൾക്കും സ്വഭാവങ്ങൾക്കും അടിമപ്പെട്ടു പോയ നമ്മുടെ മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ പരിശുദ്ധിയിലേക്ക് ആനയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജപം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ ശുദ്ധതയുടെ വെണ്മയാൽ മാലാഖമാർ പോലും അത്ഭുതപ്പെട്ട് അങ്ങേ ആരാധിക്കുന്നു. ദിവ്യനാഥ, എന്റെ ഹൃദയത്തിലുള്ള അശുദ്ധമായ
ആഗ്രഹങ്ങളെയും എന്റെ മക്കളുടെ ഹൃദയത്തിലുള്ള, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദയങ്ങളിലുള്ള അശുദ്ധമായ ആഗ്രഹങ്ങളെയും ക്രമമല്ലാത്ത ആശകളെയും മാറ്റി മാലാഖയ്ക്കെടുത്ത ശുദ്ധതയെ ഇഷ്ടപ്പെടുവാനും പരിശുദ്ധമായ ജീവിതം നയിക്കുവാനും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിന് യോഗ്യരായി തീരുവാനും എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും അനുഗ്രഹം നൽകണമേ. വിശുദ്ധിയെ സ്നേഹിക്കുവാനും ആത്മാവിനാൽ നയിക്കപ്പെടുവാനും ദൈവചൈതന്യത്താല് ജഡത്തെ നിറച്ച് ദൈവാലയ പരിശുദ്ധി ജീവിക്കുവാനും ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ പരിശുദ്ധി നിറഞ്ഞു നിൽക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ, വിശുദ്ധ ജീവിതം കഴിക്കുവാൻ അനുഗ്രഹം നൽകണമേ. പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ, വിശുദ്ധ ജീവിതം കഴിക്കുവാൻ അനുഗ്രഹം നൽകണമേ. പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ, വിശുദ്ധ ജീവിതം കഴിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹം നൽകണമേ. സൽക്രിയ ശുദ്ധതയെന്ന പുണ്യത്തിന് ഭംഗം വരുത്തുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ ഉടൻ നീക്കിക്കളയുക. വിശുദ്ധിയോടെ ജീവിക്കാൻ, ജഡത്തിന്റെ വ്യാപാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കാൻ ഇടയാകാത്ത വിധം തിരുഹൃദയ സ്നേഹം നമ്മുടെ മക്കൾ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളുടെ നിയോഗങ്ങളൊക്കെ ഒരു നിമിഷം വ്യക്തിപരമായിട്ട് സമർപ്പിക്കുക. ഓരോരുത്തർ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങൾ വലിയ കൂട്ടായ്മയില് ഒരുമയോടെ, ഐക്യത്തോടെ, ഒരേ മനസ്സോടെ, ഒരേ ആത്മാവിൽ ദിവ്യാരസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരസ്പരം ഈ നിമിഷം പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവ്യകാരുണ്യത്തിൽ നിന്ന്, തിരുഹൃദയത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധിയുടെ ആ വലിയ അഭിഷേക ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഈശോയുടെ തിരുഹൃദയത്തെ തൊട്ടുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ തിരുഹൃദയത്തെ സ്പർശിച്ച് ആ ചൈതന്യ ശക്തി നമ്മിലൂടെ നമ്മുടെ മക്കളിലേക്ക് പ്രവഹിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെല്ലാവരും ഞങ്ങൾ എടുത്തു വച്ച് സമർപ്പിക്കുന്നു. വിശുദ്ധിയിൽ ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ അതിനാൽ തന്നെ കീഴ്പ്പെടുത്തപ്പെടട്ടെ.